അസ്സലാമു അലൈക്കും. പാലാന്ന് കുടിക്കുന്നത്. അപ്പോൾ ചില ആൾ പറയാറുണ്ട് ഗൾഫിൽ മായിസ മണിക്കും, നമ്മൾ 100 ദിവസം ചിലപ്പോൾ മായിസ മണിക്കും. അപ്പം മായിസ കുടിക്കുമ്പോൾ ചില ആൾ കളിയാക്കാറുണ്ട്. നാട്ടിൽ തോട്ടിലെ വെള്ളം കുടിച്ചോണ്ട് ഇവിടെ മായിസ എന്ന് കുടിക്കുന്നു. അതെന്ന് പറയാം, നല്ല കിണറ്റിലെ വെള്ളമുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൻ്റെ കാലാവസ്ഥ നല്ല കിണറ്റിൽ നല്ല വെള്ളമുണ്ട്. അതുപോലെ വേണമെങ്കിൽ നാടൻ പാലുണ്ട് ചെറിയ പൈസക്ക്. ചെറിയ പൈസ നാടൻ പാലിനാണ്. നാടൻ പാല് വാങ്ങാം, പാല് കുടിക്കുക ചൂടാക്കി രാവിലെ ഒരു ഗ്ലാസ്. അപ്പോൾ നല്ല നല്ല ഭക്ഷണമായിരിക്കും. അപ്പോൾ അതിന് യാതൊരു കുറവും ഇന്ന് പ്രവാസികൾക്കൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല പാൽ കുടിക്കുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ. അപ്പോൾ എൻ്റെ വിഷയം ഇതൊന്നുമില്ല. എൻ്റെ വിഷയം തൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുന്നവരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഇണയുമായി തൻ്റെ ഇണയ്ക്ക് വേണ്ടി, തൻ്റെ ഭർത്താവിന് വേണ്ടി ചായ വെക്കുന്നിടത്ത് പോലും മാറ്റം വരുത്തുന്നവർ, കറി ഉണ്ടാക്കുന്നിടത്ത് പോലും മാറ്റം വരുത്തി ഭർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കറിയും പാചകം ചെയ്യുന്നവർ, നല്ല നല്ല ഭക്ഷണങ്ങൾ ഭർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ, ഏത് രീതിയിലാണോ ഇഷ്ടം അതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നവർ. അതേപോലെ പുരുഷന്മാരായ ആളുകളും വലിയ ഭാരം ചുമക്കുന്നവരാണ്. അതുപോലെ തൻ്റെ ഇഷ്ടങ്ങൾ ഒരുപാട് മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരെ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ തറവാട് പണിക്ക് വേണ്ടി, വീട് പണിക്ക് വേണ്ടി പണിയെടുത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തറവാട് വീടിനാണ്. അപ്പോൾ തൻ്റെ കിട്ടുന്ന ശമ്പളമെല്ലാം മാറ്റിവെച്ച് തുച്ഛമായ ചെറിയ രീതിയിൽ അവിടെ ജീവിച്ച് വലിയൊരു ശമ്പളവും നാട്ടിലേക്ക് അയച്ച് തറവാട് പണിക്ക് വേണ്ടി എല്ലാം ഉപയോഗിച്ച് അവസാനം ഇവന് തറവാട് കിട്ടുമതില്ല. നേരെ നാട്ടു നടപ്പ് പ്രകാരം, മതവിധിയല്ല, നാട്ടു നടപ്പ് പ്രകാരം പലപ്പോഴും തറവാട് വീടുകൾ കിട്ടുന്നതൊക്കെ ചെറിയ കുട്ടിക്കാണ്. ഇവിടെ ചെറിയ അനിയന്. അപ്പോൾ ഈ ഏട്ടൻ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വീടിന് വെച്ചു, മറ്റേ ഏട്ടൻ കുറച്ച് വീട്ടിന് നൽകി. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ കിട്ടാറില്ല പയ്യ. പലപ്പോഴും ആ മേഖലയിൽ മതവിധി കറക്റ്റാണ്. മതവിധി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മളെ നാട്ടു നടപ്പിന് കഷ്ടപ്പെട്ടവൻ ചിലപ്പോൾ വെറുതെ ആകാറുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് അവരെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി ലോണൊക്കെ വാങ്ങി വീടൊക്കെ അടിപൊളിയാക്കി വാങ്ങി കഴിച്ചയച്ചു. പക്ഷേ ഇത് 3 ആൺകുട്ടികളുണ്ട്. ഈ ലോണിൻ്റെ ബാധ്യതകൾ 3 ആൺകുട്ടികൾ. പക്ഷേ ഒരാൾ വീട് വെച്ച് വേറെ പോയി, മറ്റൊരാൾ വീട് വെച്ച് വേറെ പോയി. അപ്പോൾ ഈ ബാധ്യത മൊത്തം ഈ എന്നെയുള്ള ഒരാൾക്ക് വന്നു. ആളുള്ള ആൾക്ക് വീട് കിട്ടുമോ? ഇല്ല. അതിനും താഴെ ഒരു ചെറിയ കുട്ടി കൂടി ഉണ്ട്. അപ്പോൾ ഈ ലോൺ മുഴുവനും ഇവൻ അടച്ച് തീർക്കണം. വീടിൻ്റെ ചിലവ് നോക്കണം. മാതാവും പിതാവും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തൻ്റെ ഇഷ്ടങ്ങൾ, എല്ലാ ഇഷ്ടങ്ങളും മാറ്റിവെച്ച് അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ. നമുക്ക് അത്ഭുതം തോന്നിപ്പോൾ ചില ആളുകളെ കാണുമ്പോൾ. എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ സാധിക്കുന്നു എന്ന് തന്നെ അത്ഭുതകരമായ കാര്യമാണ്. ഓരോരുത്തരും സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി അപാരമായി കഷ്ടപ്പാട്. അതുപോലെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കുന്നവരുണ്ട്. വാഹനം വാങ്ങുന്ന ആഗ്രഹം, നല്ലൊരു ഫോൺ വാങ്ങണമെന്ന ആഗ്രഹം, തൻ്റെ പഴയ ഒരു ബൈക്ക് മാറ്റി നല്ലൊരു പുത്തൻ ബൈക്ക് വാങ്ങണമെന്ന ആഗ്രഹം. അങ്ങനെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ച് തൻ്റെ കുടുംബത്തിനും സഹോദരിക്കും, തറവാട്ടിലുള്ളവർക്കും സഹോദരിക്കും, അതുപോലെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. മക്കൾക്ക് വേണ്ടിയാണ് ഏറ്റവും അധികം നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക. അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുക. പലപ്പോഴും വാർദ്ധക്യത്തിലെത്തുമ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവരെ വീട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ വൃദ്ധസദനത്തിലൊക്കെ ഉണ്ടാക്കുന്ന, അതുപോലെ തല്ലുന്ന, മർദ്ദിക്കുന്ന ഒരുപാട് വീടുകൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, ചെറുപ്പത്തിൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ മാതാപിതാക്കൾ അവരെ നോക്കിയത്. ഒന്ന് കമയാൻ കഴിയുമായിരുന്നില്ല. ഒന്ന് മുഖത്ത്, ചെറിയ കുട്ടിയായിരിക്കെ അവളുടെ മുഖത്ത് ഒരു വസ്ത്രമൊന്ന് വീണ് കഴിഞ്ഞാൽ, ഒരു തോർത്തൊന്ന് വീണ് കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റാൻ മാത്രം അവന് കഴിയുമായിരുന്നില്ല. അത്രയും നല്ല രീതിയിൽ ചെറുപ്പത്തിൽ അവരെ നോക്കി വളർത്തുക. മാതാവിനെയും പിതാവിനെയുമാണ് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നത്. കഷ്ടപ്പെട്ട് തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച്, അവൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടാണ് പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ നോക്കുന്നത്. അവർക്ക് വേണ്ടി ജീവിക്കുന്നത് പോലെ, അവർക്ക് വേണ്ടി മാത്രമായി നിയോഗിക്കപ്പെട്ടതുപോലെ ജീവിക്കുന്നവരുമുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട സംഭവം, സ്വന്തം പിതാവിൻ്റെ കാലിൽ എടുക്കുന്ന മകൻ്റെ ചിത്രം നമ്മൾ കണ്ടു. അത്രമാത്രം കഷ്ടപ്പെട്ട് എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് നോക്കിയിട്ടും അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവ് ഇങ്ങനെയാണ്. പലപ്പോഴും നന്മ ചെയ്തവർക്ക് അതിന് തക്കതായ ഇവിടുന്ന് പ്രതിഫലമില്ല. നല്ല മകൾ കുടുംബത്തെ നോക്കിയവർക്ക് നല്ലൊരു ആദരവ്, നല്ലൊരു ഭക്ഷണം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പരിഗണന തിരിച്ച് ഇങ്ങോട്ട് കിട്ടുക എന്നൊരു ഇതില്ല കാര്യത്തിൽ. ഇവിടെ ധർമ്മവും അധർമ്മവും ഉണ്ട്, സത്യവും അസത്യവും ഉണ്ട്, കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളുമുണ്ട്, എല്ലാം ഉണ്ട്. കാരണം ഇതെല്ലാം തെളിയിക്കുന്നത് മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ്. ഇവിടെ നന്മ ചെയ്തവർക്ക് നന്മയും, തിന്മ ചെയ്തവർക്ക് അവിടെ തിന്മയും നരകവുമുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇതെല്ലാം വെളിച്ചം വീശുന്നു. അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളും, നിങ്ങളെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഹോദരിക്ക് വേണ്ടി, തൻ്റെ തറവാട്ടിലുള്ള മറ്റുള്ള അംഗങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ഉദ്ദേശവും ശരിയാണെങ്കിൽ നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.
കാരണം പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന സമ്പത്തിൽ ഏറ്റവും നല്ല സമ്പത്ത് ചെലവഴിക്കുന്നത് ആർക്കും വേണ്ടി ദാനം കൊടുത്തതല്ല, മറിച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച സമ്പത്ത് എന്നാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ എല്ലാ ത്യാഗങ്ങളും സഹിച്ച് ഉറക്കൊഴിഞ്ഞ് കഷ്ടപ്പാടുകൾ സഹിച്ച് വിഷമങ്ങളും പ്രയാസങ്ങളും മറച്ചു വെച്ച് ആരോടും പറയാതെ തൻ്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ള കുടുംബത്തിന് വേണ്ടി നമ്മൾ സമ്പാദിക്കുമ്പോൾ നമ്മൾ നീയത്ത് കൂടി ഇന്നമൽ അഹ്മാൽ ബിന്നിയാത്ത് വ ഇന്നമാലിക്കുൻമാനവ എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, പല ഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഈ ഹദീസാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശത്തെ കൂടി നമ്മൾ ഉദ്ദേശം കറക്റ്റാക്കിയാൽ, നമ്മുടെ നീയത്ത് കറക്റ്റാക്കിയാൽ ഇതിനെല്ലാം വമ്പിച്ച പ്രതിഫലമുണ്ട്. പ്രവാചകൻ പറഞ്ഞ് തൻ്റെ ഭാര്യയുടെ വായിൽ ഒരുള്ള ഭക്ഷണം വെച്ച് കൊടുത്താൽ അതിന് പോലും പ്രതിഫലമുണ്ട്. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിൽ സദക്കയുണ്ട്, പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സാഹിബുകൾ ചോദിച്ചു, പ്രവാചകരെ, നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ ദേഹേച്ഛകളെ പൂർത്തീകരിക്കുന്നത് നമുക്ക് പ്രതിഫലമോ? അപ്പോൾ പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, നിങ്ങളിത് ഹറാമിലാണ് വിനിയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയില്ലേ? അപ്പോൾ പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് ശിക്ഷയുണ്ട്. അതുപോലെ എങ്കിൽ നിങ്ങളിത് ഹലാലായ രീതിയിൽ നല്ല രീതിയിലാണ് ഈ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ നിയ്യത്തുകൾ നമ്മൾ കറക്റ്റാക്കുക.